ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം ചിന്താവിഷയമാക്കുന്നത് ഈ താളം തെറ്റിയ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പാളം തെറ്റിയ ട്രെയിനോട് ഉപമിക്കാൻ പറ്റും. ഒരു പാളം തെറ്റിയ ട്രെയിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ ഓർത്തിട്ടുണ്ട്, ഏറ്റുമാനൂരിൽ നിന്ന് കോട്ടയം വരെ ഒരു ട്രെയിൻ പാളത്തിൽ ഓടിപ്പോവുകയാണെങ്കിൽ അണ്ടർ 10 മിനിറ്റ്സ്, അതായത് 10 മിനിറ്റ് കൊണ്ട് അവിടെ ചെല്ലും. പക്ഷെ ഒരു ഡിറെയിൽഡായ പാളം തെറ്റിയ ഒരു ട്രെയിൻ വലിച്ചുകൊണ്ട് പോകണമെങ്കിലോ അതിൻ്റെ ബുദ്ധിമുട്ട് ഏതാണ്ട് ഇതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ താളം തെറ്റിയാൽ അത് നമുക്ക് അസഹനീയമായിട്ട് മാറാം, ഭാരപ്പെടുത്തുന്ന അനുഭവമായിട്ട് മാറാം. പക്ഷെ നല്ല താളത്തിൽ അങ്ങ് പോവുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നത് തന്നെ വളരെ സുഗമമായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഒരു സംഭവം പറഞ്ഞു കേട്ടതാണ്. വിദേശത്ത് താമസിക്കുന്ന ഒരു മലയാളി, ഇനി അവിടെ ഒരു രോഗാവസ്ഥ വന്നിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി കുറേ നാളെടുത്തു. അവർക്ക് കാരണം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം അവർ ഒരു നിഗമനത്തിലെത്തി. ഏതോ ഒരു ഞരമ്പ് വേറൊരു ഞരമ്പിനെ ഞെരുക്കിയത് മൂലം ഉണ്ടായ ഒരു പ്രശ്നം. അവരുടെ കാലയിലെ രക്തോട്ടം കുറഞ്ഞു, കളറ് മാറി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അവർ കാല് മുറിക്കേണ്ടി വരുമോ എന്ന് പോലും ചിന്തിച്ചതാണ്. ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ, എനിക്ക് ശരീരത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ ഏതാണ്ട് ഇതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കാം എന്നുള്ളത് നാം തിരിച്ചറിയണം. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, പാരമ്പര്യത്തെ മുറുകെ പിടിക്കണം എന്നുള്ളതൊക്കെ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് തെറ്റൊന്നുമില്ല. പാരമ്പര്യത്തെ നമ്മൾ കാണുന്നുണ്ട്. ഗലാത്യർ 1:14 വചനം, പാരമ്പര്യം ശ്രദ്ധിച്ച പൗലോസ്, ശ്രദ്ധിക്കാൻ പഠിപ്പിച്ച പൗലോസ്. അതാണ് ഗലാത്യർ 1:14 നമ്മൾ കാണുക. 1 കൊരിന്തോസ് 11:2 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പാരമ്പര്യം സംരക്ഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്ന് മനസ്സിലാക്കിയതിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. അതുകൊണ്ട് പ്രശംസനീയമായ ഒരു കാര്യമാണ് നമ്മൾ പാരമ്പര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നത്. 2 തെസ്സലോനിക്ക 2:15 കൂടി എടുക്കുകയാണെങ്കിലോ, പാരമ്പര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുവിൻ. കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്, പാരമ്പര്യങ്ങളെ, നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള കൈമാറി വന്നിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുക. അതിനകത്ത് ഒരു തെറ്റുമില്ല, നല്ലൊരു കാര്യം. പക്ഷെ അതോടൊപ്പം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായി 15:3 വചനം, പാരമ്പര്യത്തിൻ്റെ പേരിൽ പ്രമാണ ലംഘനം അരുത്. പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പ്രമാണങ്ങൾ, കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുന്നത്. അവ ലംഘിച്ചുകൊണ്ട് പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത് അത് ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. മത്തായി 15:6 വചനം കൂടി എടുത്താലോ, പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞ് വചനം വ്യർത്ഥമാക്കരുത്. വചനം അനുസരിക്കുന്നത്, വചനം ജീവിക്കുന്നത് പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഇവിടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക. ഗലാത്യർ 3:18 കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് രക്ഷ കൈവന്നത് പാരമ്പര്യത്തിലൂടെയല്ല, നമുക്ക് രക്ഷ കൈവന്നത് വിശ്വാസത്തിലൂടെയാണ്. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ആ വിശ്വാസം ജീവിക്കുമ്പോഴാണ് രക്ഷ കൈവരുന്നത്. പാരമ്പര്യം നല്ലതാണ്, പക്ഷേ രക്ഷ വരേണ്ടത് പാരമ്പര്യത്തിലൂടെയല്ല, ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിലൂടെയാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഈണവും താളവുമുള്ള ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതെങ്ങനെ ഇരിക്കും? എങ്ങനെയുള്ള ക്രിസ്തീയ ജീവിതം, എങ്ങനെ ജീവിക്കുന്നവരാണ് ഈണത്തിലും താളത്തിലും അവരുടെ ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. റോമാലേഖനം 8:9 വചനം, നമുക്ക് എത്ര കൊന്തയും ബന്ധിങ്ങവും ധരിക്കാൻ പറ്റിയാലും ക്രിസ്തുവിൻ്റെ അതേ ആത്മാവ് ഉള്ളിലില്ലെങ്കിൽ ക്രിസ്ത്യാനി ആകത്തില്ല. ബാക്കിയൊക്കെ ബാഹ്യമായിട്ടുള്ള കുറച്ച് ആചാരങ്ങൾ, ഭക്താഭ്യാസങ്ങൾ അതിൻ്റെ ഗണത്തിൽപ്പെടും. പക്ഷേ ക്രിസ്തുവിൻ്റെ അതേ ആത്മാവ് ഉള്ളിലുള്ളവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളായി മാറുക. അതാണ് റോമ 8:9 നമ്മൾ വായിക്കുക. ഈ ആത്മാവ് ഉള്ളിൽ ആക്റ്റീവാണെങ്കിൽ, ഈ ആത്മാവ് ഉള്ളിൽ പ്രവർത്തനനിരതമാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പസ്തോല പ്രവർത്തനം 13-ാം 50 മുതൽ 52 വരെ വായിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാർക്ക് ഉണ്ടായ ചില കാര്യങ്ങൾ, വലിയ സഹനം, പെണ്ണുകേസ് വരെ അവരുടെ മേൽ ആരോപിച്ചു തെറ്റായിട്ട്. അങ്ങനെ അതിന് ചില സ്ത്രീകളെ അവർ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രംഗം. ഇനി വലിയ സഹനത്തിൻ്റെ നടുവിലും ശിഷ്യന്മാർക്കുണ്ടായിരുന്നത് ആനന്ദം. അതെങ്ങനെ സാധ്യമായി? ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ആക്റ്റീവായിരുന്നു, പ്രവർത്തന നിരതമായിരുന്നു. അതുകൊണ്ടാണ് ആ സാഹചര്യത്തിൽ പോലും അവർക്ക് ആനന്ദിക്കാൻ സാധിച്ചത്. നിരാശപ്പെടുകയല്ല ചെയ്തത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അവരെ പ്രാകുമല്ല ചെയ്തത്. അവർ ആ സഹനത്തിൽ ആനന്ദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.
ഗലാത്യർ 5-ാം അധ്യായം 16-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. അപ്പോൾ സദാ നമ്മൾ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്നവരാണെങ്കിൽ അവിടെ എങ്ങനെ ഒരു താളവും ഈണവും ഉണ്ടാവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്? ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്, ജഡമോഹങ്ങളെ ആത്മാവിനാൽ നിഹനിക്കണം. അങ്ങനെയുള്ളവരാണ് നിത്യം ജീവിക്കുക എന്നുള്ളത് റോമാലേഖനം 8-ാം അധ്യായം 13-ാമത്തെ വചനവും നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഗലാത്യർ 6:17 എടുത്താൽ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞ് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ എൻ്റെ ശരീരത്തിൽ ധരിക്കുന്നു. നമുക്കുണ്ടായിരിക്കേണ്ടത് മറ്റുള്ളവർ നമ്മൾ കാണിച്ചു കൂട്ടിയ പോക്കൃത്തരത്തിന് വെട്ടിയതിൻ്റെയും കുത്തിയതിൻ്റെയും ഒക്കെ അടയാളങ്ങളല്ല നമുക്കുണ്ടാകേണ്ടത്, മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിൻ്റെ അടയാളം, അതുപോലെ ത്യാഗോജ്വലമായിട്ട് നമ്മൾ ജീവിച്ചതിൻ്റെ അടയാളം, സ്നേഹിച്ചതിൻ്റെ അടയാളം, ഇതെല്ലാം നമുക്കുണ്ടാകണം. നമുക്കറിയാമല്ലോ, ഒരു അമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും അവരുടെ വയറെ തന്നെ അതിൻ്റെ സ്ട്രെച്ച് മാർക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവർ ആ കുഞ്ഞിനെ സ്നേഹിച്ച് ജന്മം കൊടുത്തതിൻ്റെ അടയാളം. ഇതുപോലെ മറ്റുള്ളവരെ കർത്താവിനെ പ്രതി സ്നേഹിച്ചതിൻ്റെ അടയാളങ്ങൾ, അതാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടത്. എഫേസസ് 2-ാം അധ്യായം 19 മുതൽ 22 വരെ വായിച്ചാൽ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില അടയാളങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, യേശു അവർക്ക് മൂലക്കല്ലായിരിക്കണം. ആ മൂലക്കല്ലിൻ്റെ മേലാണ് നമ്മുടെ ജീവിതം പണിതുയർത്തേണ്ടത്. യേശു ആയിരിക്കണം നമ്മുടെ അടിസ്ഥാനം. 1 പത്രോസ് 2:6 വചനത്തിൽ അത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, സഭ അവർക്ക് അടിസ്ഥാനമായിരിക്കണം. എഫേസസ് 2:19 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന രണ്ടാമത്തെ കാര്യമാണ്, സഭയാകുന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ നമ്മുടെ ജീവിതം പണിതുയർത്തണം. ലത്തീൻ ഒരു കുർബാനയുടെ ആ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, സഭയ്ക്ക് സമാധാനവും ഐക്യവും ഐശ്വര്യവും കൽപ്പിച്ചരുളണമേ. ഇതെല്ലാം നമുക്ക് കിട്ടുന്നപ്പോഴാണ് സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ, സഭയെ സ്നേഹിക്കുമ്പോൾ, സഭാസമ്പത്ത് കൈവരുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് സാധ്യമാകുക. മൂന്നാമത്തെ കാര്യം, പ്രാർത്ഥനയും അതുപോലെ തന്നെ ഉപവാസം, ശുശ്രൂഷ ജീവിതം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. ഇതൊന്നും ഇല്ലാതെ കുറെ പാരമ്പര്യം പൊക്കിപ്പിടിച്ച് അതും പറഞ്ഞ് നമ്മൾ അതിൽ അഭിമാനം കൊള്ളുന്നവരാണെങ്കിൽ അഭിമാനികളല്ല, ദുരഭിമാനികളാണ്. ഈ ഒരു ബോധ്യം വന്ന് അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.